പുഷ്പ എന്നാൽ ഫ്ലവറും ഫയറും മാത്രമല്ല, ഡീകോഡിംഗ് പുഷ്പ ദി ഓൺട്രപ്രണർ. നമ്പർ 1, ഫൈൻഡിംഗ് ദ പ്രോഡക്റ്റ്. ഒരു വ്യവസായിയായി മാറുന്നതിന് ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ടുന്ന കാര്യം മാർക്കറ്റിൽ റെലവന്റ് ആയ, തനിക്ക് വ്യക്തമായ അറിവുള്ള ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് കണ്ടെത്തുക എന്നുള്ളതാണ്. ആൻഡ് പുഷ്പ ഫൗണ്ട് ഇറ്റ്. പുഷ്പയ്ക്ക് അത് രക്തചന്ദനമായിരുന്നു. നമ്പർ 2, അലയൻസ് ആൻഡ് പാർട്ട്ണർഷിപ്പ്. നമ്മുടെ പോരായ്മകളെ മനസ്സിലാക്കി നമ്മുടെ വളർച്ചയ്ക്ക് സഹായകരമാകുന്ന പൊട്ടൻഷ്യൽ പാർട്ട്നേഴ്സിനെ കണ്ടെത്തുക എന്നതാണ് ഏറ്റവും വലിയ ടാസ്കുകളിലൊന്ന്. ഇറ്റ്സ് ഈസി ടു ഫൈൻഡ് എ ട്രൂ ഗേൾ ഫ്രണ്ട് ദാൻ ഫൈൻഡിങ് എ ട്രസ്റ്റബിൾ പാർട്ട്ണർ എന്നല്ലേ പറയുന്നത്. നമ്പർ 3, എക്സ്പാൻഡിംഗ് ദ ബൗണ്ടറീസ്. സ്വന്തം ബിസിനസ് ഒരു താലൂക്കിലോ ജില്ലയിലോ സംസ്ഥാനത്തോ ഒതുക്കാതെ അതിന്റെ കർവേച്ചർ മാക്സിമം വലുതാക്കുക എന്ന് പറയുന്നത് ഒരു ബിസിനസ്മാന് അനിവാര്യമായി വേണ്ടുന്ന ഒരു കാര്യമാണ്. ആദ്യം മംഗളശീലിന്റെ അടുത്തേക്ക്, അവിടെ നിന്ന് ചെന്നൈ മുരുകന്റെ അടുത്തേക്ക്, അവിടെ നിന്ന് നേരെ സ്പോയിലർ അവിടെ വരാം. നമ്പർ 4, ഫൈൻഡിങ് യുവർ പേഴ്സണൽ ടൈം. ജീവിതം എത്ര തിരക്കുള്ളതാണെങ്കിലും പ്രൊഫഷണൽ ലൈഫിനൊപ്പം തന്നെ നമ്മുടെ പേഴ്സണൽ ലൈഫിനെയും പ്രയോറിറ്റൈസ് ചെയ്ത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. എത്ര പ്രൊഫഷണലി തിരക്കുള്ള ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണെങ്കിലും ഇടയ്ക്കൊക്കെ പോയിട്ടൊരു സാമി പാട്ടൊക്കെ കളിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൻ്റെതായിട്ടുള്ള ഒരു ഇക്വിലിബ്രിയം റിതം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. നമ്പർ 5, നെഗോസിയേഷൻ ആൻഡ് ഈഗോ കൺട്രോൾ. നമ്മുടെ ജീവിതത്തിലുടനീളം ബൻവർ സിംഗിനെ പോലെയുള്ളവർ വന്നേക്കാം, നമ്മുടെ ഈഗോ ഹർട്ട് ചെയ്തേക്കാം. ബട്ട് ഇമോഷൻ ഹർട്ടായി, പ്രൊവോക്ഡായി, ചാടിക്കയറി പ്രതികരിക്കാതെ വെയിറ്റ് ഫോർ ദ റൈറ്റ് ടൈം. സോ ബി ലൈക്ക് പുഷ്പ ദി ഓൺട്രപ്രണർ, നോട്ട് ദിസ് മംഗളം. പുഷ്പ എന്ന് പറഞ്ഞ ഫ്ലവർ അല്ലടാ, ഫയർ ആടാ.